നമസ്കാരം. സ്പീഡ് ന്യൂസ്. തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ കൂറ്റൻ മരം രണ്ടായി പിളർന്ന് പെട്ടി ഓട്ടോറിക്ഷകളുടെ മുകളിലേക്ക് വീണു. ആളപായമില്ല. ഒരു പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു. തൃശൂർ പടിഞ്ഞാറേക്കോട്ട ആർഷ നഗറിൽ മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു. ചരിത്ര പ്രാധാന്യമുള്ള തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിന്റെ കരിങ്കൽ ഭിത്തി കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശൻ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ്. തൃശൂരിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വേനലിലാകെ ലഭിക്കേണ്ട മഴയുടെ ഇരട്ടിയിലേറെ 2 ദിവസം കൊണ്ട് അതിതീവ്ര മഴയായി പെയ്തതാണ് നഗരങ്ങളിൽ അപ്രതീക്ഷിത വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2 ദിവസം കൂടി മഴ ശക്തമാകാൻ ഇടയുള്ള സാഹചര്യത്തിൽ ജാഗ്രത തുടരണമെന്നും മന്ത്രി. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോടാലി ആളൂപ്പറമ്പൻ വീട്ടിൽ സുരേഷാണ് അറസ്റ്റിലായത്. കണ്ണമ്പത്തൂർ കാളൻ പാവുണ്ണിയുടെ കടയിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. പണ്ഡിറ്റ് കറുപ്പന്റെ ഛായാചിത്രം സാഹിത്യ അക്കാദമിയിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം പരിഗണിക്കാതിരുന്ന സാഹിത്യ അക്കാദമിക്കെതിരെ ആഞ്ഞടിച്ച് TN പ്രതാപൻ MP-യും P ബാലചന്ദ്രൻ MLA-യും പണ്ഡിറ്റ് കറുപ്പന്റെ അടുത്ത ജന്മദിനാഘോഷത്തിന് മുൻപ് സാഹിത്യ അക്കാദമിയിൽ ഛായാചിത്രം സ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് MP. വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ അടഞ്ഞതോടെ മാളയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മാളച്ചാലിൽ വെള്ളം ഉയർന്ന് കരകവിഞ്ഞാണ് വെള്ളക്കെട്ടുണ്ടാകുന്നത്. കനത്ത മഴയിൽ വീട് തകർന്നതോടെ ദുരിതത്തിലായി കുടുംബം. തിരുവില്ലാമല പട്ടിപ്പറമ്പ് 9-ാം വാർഡിൽ താമസിക്കുന്ന കരിമ്പന്റെ വീടാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ തകർന്നത്. കനത്ത മഴയിൽ തീരദേശത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പെരിഞ്ഞനം പഞ്ചായത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അറപ്പാത്തോട് പൊട്ടിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു. കുന്നംകുളം നഗരസഭയിലെ ഉരുളക്കുന്ന് പ്രദേശത്ത് 15ഓളം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ. സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏത് സമയവും വീടുകളുടെ മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയിൽ വീട്ടുകാർ. പവർ ലിഫ്റ്റിംഗിൽ ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥിക്ക് സ്വർണം. ചെന്നൈ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി പവർ ലിഫ്റ്റിംഗിലെ 74 കിലോ വിഭാഗത്തിലാണ് ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥി S രോഹിത് സ്വർണ്ണ മെഡൽ നേടിയത്. കുന്നംകുളത്ത് പൗരാവലിയും നഗരസഭയും സംയുക്തമായി നടത്തുന്ന പുസ്തകോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. AC മൊയ്തീൻ MLA സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം നാളെ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് N ശിവദാസൻ നായർ താക്കോൽദാനം നിർവഹിക്കും. അധ്യാപകനായ റാഫി നീലങ്കാവിൽ എഴുതിയ നാട്ടോർമ്മകൾ എന്ന പ്രാദേശിക ചരിത്ര പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. ചാവക്കാട് BPC PS ഷൈജു പ്രകാശനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് 50-ാം വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ എംപവർമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കുന്നംകുളം ബഥനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കുന്നംകുളം ACP അബ്ദുൽ ബഷീർ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരത്തിന്റെ കീഴിൽ കലാഗ്രാമം പഠിപ്പിക്കുന്ന പഞ്ചാരി മേളത്തിന്റെ അരങ്ങേറ്റം പതിരിക്കൂട്ടുകാവ് ക്ഷേത്രത്തിൽ നടന്നു. മേൽശാന്തി അനീഷ് കൈലാസം ഉദ്ഘാടനം ചെയ്തു. അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിൽ അവാർഡ് നൽകുന്നതിൽ നിന്ന് അണിയറ പ്രവർത്തകരെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നതായി സ്റ്റേജ് ടെക്നീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ. ശനിയാഴ്ച നടക്കുന്ന നാടക മത്സരത്തിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുമെന്നും അസോസിയേഷൻ. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലെ 80-81 കാലഘട്ടത്തിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ രൂപം കൊടുത്ത എന്റെ ബാല്യം കൂട്ടായ്മയുടെ വാർഷികവും കുടുംബസംഗമവും നടന്നു. കുടുംബസംഗമം പൂർവ്വകാല അധ്യാപകരായ സാലിഹ്, ശശികല, ശാന്തകുമാരി, ഖദീജാബി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കേരള പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓണേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ 2ാം സംസ്ഥാന സമ്മേളനം നാളെ തൃശൂരിൽ നടക്കും. രാവിലെ 10-ന് PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സമ്മേളനം ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ദേശീയപാതയിലെ അനാവശ്യ സിഗ്നൽ ലൈറ്റുകൾ അണയ്ക്കുമെന്ന് ഗതാഗത മന്ത്രി.
കലാസാംസ്കാരിക കൂട്ടായ്മയായ മണപ്പുറം സമീക്ഷയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാമു കാര്യട്ട് അവാർഡ് കഥാകാരൻ മുകുന്ദന് സമ്മാനിക്കും. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കടങ്ങോട് പഞ്ചായത്തിലെ അങ്കണവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത LDF ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC സെക്രട്ടറി VK രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു. വിയൂർ നിത്യസഹായമാതാ പള്ളിയിൽ 2ാമത് അഖില കേരള ബൈബിൾ സംഗീതോത്സവം ഞായറാഴ്ച നടക്കും. ബൈബിൾ സംഗീതോത്സവം അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ കേരള സംഘടിപ്പിക്കുന്ന യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. വിവേകോദയം സ്കൂളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം ചലച്ചിത്ര താരം കൊല്ലം തുളസി ഉദ്ഘാടനം ചെയ്യും. മറ്റത്തൂർ കോടാലിയിൽ ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കുത്തിയൊഴുകി റോഡ് ഇടിഞ്ഞത് വീടുകൾക്ക് ഭീഷണിയായി. വടക്കേ കോടാലി അംഗൻവാടി റോഡാണ് ഇടിഞ്ഞത്. മറ്റത്തൂർ കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ കുട്ടികളെ അനുമോദിച്ചു. മൂതപുരം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ മുൻ ചെയർമാൻ PK ശിവരാമൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഇൻവെർട്ടർ ബാറ്ററിക്ക് സംഭാവന നൽകി. പ്രധാനാധ്യാപകൻ KP വാസുദേവന് 19,100 രൂപ കൈമാറി. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. പാവറട്ടിയിൽ നടപ്പാക്കിയ സെന്റർ വികസനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ചവക്കട മുറുക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. പാങ്ങ് പൂവത്തൂർ സ്വദേശി പുളിപ്പറമ്പിൽ വേലായുധൻ മകൻ 56 വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത്. വൈദിക വിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ തെക്കേമഠത്തിൽ സംഘടിപ്പിച്ച ഹ്രസ്വകാല പഠന കോഴ്സ് സമാപിച്ചു. സമാപന സമ്മേളനം തെക്കേമഠം OPL സാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിക്കുന്ന സൂപ്രണ്ട് ഡോക്ടർ E സുഷമ, LHS അജിത കുമാരി, ഓഫീസ് അസിസ്റ്റന്റ് തങ്കമണി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി, ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ യാത്രയയപ്പ് സമ്മേളനത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാജ്ഞ പരിശോധന പുനരാരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് ഡോക്ടറുടെ സേവനം ലഭിക്കുക. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വണിയമ്പാറ സ്വദേശി CM അനൂപിന് യൂറോപ്യൻ ഡിജിറ്റൽ സിറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. UAE ബാങ്കിംഗ് മേഖലയിലെ മികവിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.